ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. ഇത്തവണത്തെ IPL-ന് ഇന്നത്തോടുകൂടി വിരാമമാവുകയാണ്. കലാശ പോരാട്ടത്തിൽ RCBയും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30-ന് അഹമ്മദാബാദിൽ വെച്ചുകൊണ്ടാണ് ഈയൊരു മത്സരം നടക്കുക. തുടർച്ചയായ രണ്ടാമത്തെ കിരീടമാണ് ഇപ്പോൾ RCB ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും ഇന്നത്തെ മത്സരത്തിലെങ്കിലും ഫിൽസാൾട്ട് കളിക്കുമോ? അതാണ് ആരാധകർക്ക് അറിയേണ്ടത്. പരിക്ക് കാരണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിക്കൊണ്ട് പുറത്തിരിക്കുന്ന താരമാണ് ഫിൽസാൾട്ട്. ഇന്ന് അദ്ദേഹം കളിക്കും എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ രജത് പട്ടിദാർ തയ്യാറായിട്ടില്ല. ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതായത് ചില ഡ്രിൽസും അതുപോലെ തന്നെ ബാറ്റിംഗ് ട്രെയിനിങ്ങും ഒക്കെ ഫിൽസാൾട്ട് ഇന്നലെ നടത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ കളിപ്പിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. ഇതുവരെ തീരുമാനങ്ങൾ തങ്ങൾ കൈക്കൊണ്ടിട്ടില്ല. ഡോക്ടർമാരും അതുപോലെ തന്നെ മാനേജ്മെന്റുമാണ് അവസാന തീരുമാനം എടുക്കുക എന്നാണ് രജത് പട്ടിദാർ ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഫിൽസാൾട്ട് ട്രെയിനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷെ കളിപ്പിക്കണോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് RCBയുടെ ക്യാപ്റ്റൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും RCBയുടെ ഒരു 11 നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വിരാട് കോഹ്ലി, വെങ്കടേഷ് അയ്യർ, അതല്ലെങ്കിൽ ഫിൽസാൾട്ട്, ദേവ്ദത്ത് പടിക്കൽ, രജത് പട്ടിദാർ, കൃണാൽ പാണ്ഡ്യ, ടിം ഡേവിഡ്, ജിതേഷ് ശർമ്മ, റൊമാരിയോ ഷെപ്പേർഡ്, ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, റാസിക് സലാം, ജേക്കബ് ഡഫി, അതല്ലെങ്കിൽ സുയാ ശർമ്മ. ഇങ്ങനെയാണ് RCBയുടെ ഒരു 11 വരുന്നത്. ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മാറ്റങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ, ജോസ് ബട്ട്ലർ, വാഷിംഗ്ടൺ സുന്ദർ, നിഷാന്ത് സിന്ധു, ജേസൺ ഹോൾഡർ, രാഹുൽ തവാത്തിയ, റാഷിദ് ഖാൻ, സായി കിഷോർ, കാഗിസോ റബാദ, പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ്. ഇങ്ങനെയായിരിക്കും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു 11 വരിക. ഏതായാലും മികച്ച ഒരു പോരാട്ടമാണ് ഇന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.